മഴവില്ല് കാണാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ? ഇതാ മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ ശരിക്കും പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഫോൺ എടുത്ത് വരുമ്പോഴേക്കും ഈ ഒരു വരുവായി നമ്മുടെ മഴവില്ല്. അതിന് മുന്നേ കാണാൻ ശരിക്കും എന്ത് രസമായിരുന്നു എന്നറിയാം. ഞാൻ ആദ്യമായിട്ടാണ് അത്ര നല്ല രീതിയിൽ മഴവില്ല് കണ്ടിട്ടുള്ളത്. ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെങ്കിൽ നമ്മുടെ വണ്ടിയിലെ കാഴ്ചയാണിത്. ഇത് താമരയാണോ അമ്പലമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പൂവ് കാണാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ നിറച്ചുണ്ട്. അതുപോലെ കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫുൾ വൈറ്റ് കളറിൽ താമരപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ള കളറിലുള്ള താമര ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നല്ല ഭംഗിയല്ലേ കാലത്ത് കാണുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞിക്കുന്ന കാണാം. പിന്നെ ദേ വൈകുന്നേരം ഇപ്പോൾ സുഡു വിളിച്ചിട്ട് കാണിച്ചു തരാം. കറണ്ട് പോയപ്പോൾ അമ്മതയും അമ്പിളിമാമൻ്റെ മേത് മഴവില്ലിരിക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷെ കറക്റ്റായിരുന്നു. 2 ലെയറിൽ ആ മഴവില്ല് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ചുറ്റും പ്രകൃതി നമുക്കായിട്ട് ഒരുപാട് വ്യത്യസ്തമാർന്ന അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ. എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കില്ലേ. പക്ഷെ നല്ല രസമാട്ടോ. ഇങ്ങനെ വാനനിരീക്ഷണവും പ്രകൃതിയുടെ നല്ല നല്ല കാര്യങ്ങളും കാണാൻ ഒത്തിരി ഇഷ്ടമാട്ടോ. എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ ചില കാര്യങ്ങൾ. എന്ത് രസമാണെന്ന് നോക്കി ഇതൊക്കെ. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്റ്റാർ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. സൂര്യൻ്റെ ഒരു പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ നോക്കി. പിന്നെന്താ, നല്ല രസമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതാ പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അത്രേ ഉള്ളൂ കേട്ടോ.